ഹായ് ഹലോ പിച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ കേക്ക് സർപ്രൈസ് പപ്പയും അമ്മയാണ് അറേഞ്ച് ചെയ്തത്. രാവിലെ നമ്മളെല്ലാവരും ഓഫീസിലേക്ക് പോകുന്ന തിരക്കിനിടയ്ക്കായിരുന്നു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓഫീസിലെത്തിയപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാത്തിരുന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അവർ അവരുടെ വക കേക്ക് സർപ്രൈസ് കൊടുത്തിരുന്നു. എത്രയൊക്കെയും ബർത്ത്ഡേസും കേക്ക് കട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഭാഗത്തുനിന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. ആക്ച്വലി കുറേ വർഷമായിട്ട് ഞാനിപ്പോൾ ഗിഫ്റ്റൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ ഈ ബർത്ത്ഡേക്ക് ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഇൻറ്റോണിൽ ഒരു ഹുഡി പോലത്തെ ഒരു ടീ ഷർട്ട് വാങ്ങിച്ചു. ആൻഡ് അത് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിനൊരു ടോഫി പ്രത്യേക ഷേപ്പിൽ എന്തെങ്കിലും എടുക്കാമല്ലോ, എപ്പോഴും ചെയ്യുന്നതൊന്ന് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ടോഫി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റാപ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. ഇനി അതിന് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എഴുതാനുള്ള കോംപ്ലിമെൻറ്റ് കാർഡും ഒന്നും നമ്മുടെ കയ്യിലില്ല. കൂട്ടാൻ വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ റോഷൻ ഡോക്ടർ ഇച്ചുവിനുള്ള സർപ്രൈസ് റെഡിയാക്കി വെച്ചിരുന്നു. ആൻഡ് സോ താങ്ക് യു ഡോക്ടർ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ചെരുപ്പ്. ഇച്ചുവിൻ്റെ ചെരുപ്പ് കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സോ അമ്മ അതാണ് ഗിഫ്റ്റ് ചെയ്തത്. നല്ലൊരു ചെരുപ്പാണ്. ആൻഡ് ഞാൻ വാങ്ങിച്ചത് ഒരു ഹുഡി എന്ന് പറഞ്ഞാൽ ആ ഹുഡി ഇതാണ്. പിന്നെ ഈ ഒരു കവർ പൊട്ടിക്കാനും ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് ഇത് പിടിച്ച് വലിക്കാനും പിള്ളേരുടെ വക ഭയങ്കര ബഹളമായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നമ്മൾ എത്ര പ്രായമായാലും നമ്മളൊരു ദിവസം സ്പെഷ്യൽ ആവുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ശരിക്കും ഒരു പോസിറ്റീവ് ഒരു വൈബ് തന്നെയാണ്. ആ ദിവസം നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കിട്ടുക. സോ നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കൊച്ചു നിമിഷങ്ങളൊക്കെ ആഘോഷിക്കുക കേട്ടോ. നമ്മൾ വൈകുന്നേരം എല്ലാവരും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിച്ച് ഈ ദിവസം അങ്ങനെ തീർന്നു. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ബൈ.